മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപൻ്റെ അമ്മയും കൂടെ കൂടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോകാനിറങ്ങുന്ന സമയത്ത് മോഹിനി വന്നിട്ട് നിങ്ങൾ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പം ഞങ്ങളൊരു തീർത്ഥാടനത്തിന് പോകാമെന്ന് പറയുന്ന സമയത്ത് മോഹിനി പറയുന്നുണ്ട്, എന്തായാലും നല്ല അമ്പലങ്ങളിൽ പോയിട്ട് നല്ല പ്രാർത്ഥനകൾ കഴിക്കുക, അല്ലാതെ മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കാതെ എന്ന് പറയുമ്പോൾ ഇത് ശരിയാ, അവൾ പ്രാർത്ഥിച്ച് അവളുടെ മരുമകനെ എഴുന്നേൽപ്പിച്ച് നടത്തിയില്ലോ എന്ന് പറയുമ്പം ശരിക്കും എൻ്റെ മരുമകന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഞാനായിരുന്നില്ല, നിങ്ങളുടെ മകനായിരുന്നു. നിങ്ങളുടെ മകൻ കാരണം കണ്ണൻ വീൽ ചെയറിലായത്. എന്നിട്ടിപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നടന്നത് കണ്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മൂവാടി ഞങ്ങൾ സന്തോഷിക്കാം, അതോടുകൂടി ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതം തകരുമെന്നും പറഞ്ഞ് ഈ മോഹിനീനെ നല്ല വഴുക്ക് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ്റെ അമ്മ. പിന്നീട് പ്രതാപൻ പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇവളോട് സംസാരിച്ച് നിന്ന് സമയം കളയണ്ട, നമുക്ക് പോകാമേന്ന്. അങ്ങനെ പോകാനായിട്ട് ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങാൻ പോണ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഇപ്പോൾ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും നിൻ്റെ മോൾക്ക് നല്ലൊരു പ്രസവം ലഭിക്കാൻ പോണില്ലടി, നിൻ്റെ മോൾ നല്ല രീതിയിൽ പ്രസവിക്കില്ല എന്ന്. അത് കേട്ടതും മോഹിനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് മോഹിനി പറയുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കണേ, എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കണേ, ഒന്നുമില്ലെങ്കിലും ഒരു ഗർഭിണിയായ മോളല്ലേ, അവളെക്കുറിച്ചല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ, ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, പിന്നെ എൻ്റെ കരുണമോളെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തണം, അവൾ നല്ലോണം പ്രസവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കണോടി, എന്തായാലും നിൻ്റെ മോളുടെ നാശ ഞങ്ങളുടെ ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ്റെ അമ്മയും കാറിലോട്ട് കയറുന്നുണ്ട്. ഈ സമയത്ത് മോഹിനിയാണെങ്കിൽ ഇവരുടെ പോക്ക് കണ്ടുകൊണ്ട് അവിടെ നിന്നിട്ട് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ എൻ്റെ മോൾക്കും കുഞ്ഞിനും ഒരാപത്തും വരുത്തരുതേ, എൻ്റെ മോൾക്ക് സുഖപ്രസവമായിരിക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിനെ ലേഖേനെയാണ്. അനന്തു കൊടുത്ത് ലേഖ പറയുന്നുണ്ട്, ഇതുവരെ മഹി വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല അനന്തു ഏട്ടാന്ന് പറയുമ്പോൾ അത് കണ്ണൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നില്ലേ മഞ്ജു അങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്, അതുകൊണ്ട് ചിലപ്പോൾ മഹി മഞ്ജുവിൻ്റെ കൂടെ 2 ദിവസം നിന്നിട്ടായിരിക്കും ഇങ്ങോട്ട് വരുള്ളൂ എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അമ്മയാകാൻ പോകുന്ന 2 പെൺകുട്ടികളെ ഒരുമിച്ച് അവിടെ നിർത്തണത് അപകടമല്ലേ അനന്തവേട്ട, അല്ലെങ്കിൽ തന്നെ കണ്ണേട്ടൻ്റെ 2 അനമ്മയും ആ കരുണയും ചേർന്ന് ഒരിക്കൽ മഞ്ജു പ്രഗ്നൻ്റാന്ന് കരുതി മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളയാൻ മരുന്ന് കൊടുത്തതല്ലേ, ഇപ്പോഴും അവരങ്ങനെ ചെയ്യൂലേ എന്ന് ചോദിക്കുമ്പം ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ല, കാരണം ഈ കരുണയുടെ അച്ഛനാണ് ഉണ്ണിയുടെ അച്ഛനെ കൊന്നതെന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയും കണ്ണനും അവളെ പേടിപ്പിച്ചാൽ നിർത്തിയേക്കണം, അതുകൊണ്ട് അവളെയും കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട്, അതൊന്നും പറയാൻ പറ്റില്ല അനന്തുവേട്ട, അവളൊക്കെ വിഷവിത്തുകളാണ്, എന്തായാലും അവരുടെ മനസ്സിൽ നിന്ന് ദുഷ്ടത പോവില്ല, മഹാലക്ഷ്മിയെ ഏത് രീതിയിൽ ദ്രോഹിക്കാമെന്ന് കരുതി തന്നെയായിരിക്കും ഇപ്പോഴും അവൾ നടക്കണം, പിന്നെ ഉണ്ണിയൊക്കെ സത്യങ്ങൾ അറിഞ്ഞെങ്കിലോ എന്ന് കരുതിയിട്ട് അവരെ പേടിച്ച് അവിടുത്തെ ജോലികൾ ചെയ്യണേന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, എന്തായാലും മഞ്ജു വന്നതല്ലേ, 2 ദിവസം മഹി അവിടെ നിൽക്കട്ടെ, അതിനുശേഷം നമുക്ക് മഹിയെ ഇങ്ങോട്ട് വിളിച്ച് വരത്താമെന്ന് പറയുമ്പം ലേഖ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും മഹിയെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് ലേഖ ഫോണെടുത്ത് മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഫോണെടുത്തതും എന്താ ലേഹയെന്ന് ചോദിക്കുമ്പം, എന്താ മഹി, നീയും മഞ്ജു അവിടെ തന്നെ താമസിക്കാനാണോ തീരുമാനിച്ചേക്കണേ, അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ലേഹ, എന്തായാലും ഇപ്പം അവരെയും കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നണേ, എന്നാലും സൂക്ഷിക്കണം മഹി, ദുഷ്ട മനസ്സുള്ളവരാ അവർ, ഇതിനു മുമ്പ് ഒരിക്കൽ മഞ്ജുവിന് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മഞ്ജുവിൻ്റെ കുഞ്ഞിനെ കളയാൻ നോക്കിയവരല്ലേ അവർ, അതുകൊണ്ട് ഈ പ്രാവശ്യവും അങ്ങനെ ചെയ്യില്ല എന്ന് എന്താ ഉറപ്പെന്ന് വയ്ക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊക്കെ കണ്ണേട്ടൻ നേരത്തെ തന്നെ കണ്ണേട്ടൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിലേക്ക് പറഞ്ഞു വിടുമെന്ന്, അതുകൊണ്ട് അവർക്കൊരു പേടി ഉണ്ടാവും, എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം, ലേഖ സമാധാനമായിട്ടിരിക്കുന്നു. അന്നേരം ലേഖ പറയുന്നുണ്ട്, എനിക്കൊരു സമാധാനമില്ല മഹി, നിങ്ങൾ രണ്ടുപേരും അവിടെ സുരക്ഷിതർ അല്ലാന്ന്. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെയാണ്. മഞ്ജു ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൽ വന്നിരിക്കുന്ന സമയത്ത് ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട്. ദുർഗ വരുന്നതും മഞ്ജു പറയുന്നുണ്ട്, അമ്മ ആ ഫുഡൊക്കെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടേന്ന് പറയുമ്പോൾ ഞാൻ എന്താടി നിൻ്റെ വേലക്കാരിയാണോ, നിനക്ക് വേണമെങ്കിൽ ആ മഹാലക്ഷ്മിയോട് പറയുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഏടത്തിയോട് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഇവിടെ കണ്ണേട്ടൻ എന്നോടെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയേക്കണേ, എന്താ ആവശ്യമുണ്ടെങ്കിലും കരുണേടത്തിയോട് പറഞ്ഞാൽ മതിയെന്ന്, കരുണേടത്തി ഇനി എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരണ്ടേന്ന്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടി തലക്ക് സുഖമില്ലേ ആ കരുണമോളെയും കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കാൻ, കണ്ണനും മഹാലക്ഷ്മിയും ആ കുട്ടീനെ ഇവിടെ ഇട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയെന്ന്. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട്, ഇതിനു മുമ്പ് ഏടത്തിയല്ലേ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത്, അന്നൊന്നും അമ്മയ്ക്ക് ഇതുപോലെ തോന്നിയിട്ടില്ലല്ലോ, പിന്നെ ഇപ്പം മാത്രമേ എന്താ അമ്മയ്ക്കൊരു മരുമകൾ സ്നേഹം. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, മഹാലക്ഷ്മി അവിടുത്തെ വേലക്കാരിയായിട്ട് ജീവിച്ചവളാ, കരുണമോളാണെങ്കിൽ അവിടെ രാജകുമാരിയെ പോലെ ജീവിച്ചുകൊണ്ടിരുന്നത്, എന്നിട്ട് ആ കരുണമോള ഇപ്പോൾ ഇവിടെ വേലക്കാരിയായിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കണേന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് സ്വന്തം മോളായ എന്നോട് പോലും ഇത്ര സ്നേഹമില്ലല്ലോ, ആ സ്നേഹമല്ലോ കരുണമോളോട് കാണിക്കണേന്ന്. പിന്നീട് നമ്മളുടെ കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണ വന്നതും മഞ്ജു പറയുന്നുണ്ട്, ഇവിടെ കഴിക്കാനുള്ള ഫുഡൊന്നും റെഡി ആയില്ലേന്ന് ചോദിക്കുമ്പം കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഈ മഞ്ജുവിനോട് എന്തെങ്കിലും പറഞ്ഞാൽ
പിന്നെ കണ്ണൻ്റെ കയ്യിൽ നിന്ന് നല്ല പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് കരുണ പറയുന്നുണ്ട് ഫുഡൊക്കെ റെഡിയായി, എന്നാൽ പിന്നെ മേശപ്പുറത്ത് ഉള്ളുന്ന് വയ്ക്കുന്നു പറഞ്ഞതും കരുണ ദേഷ്യത്തോടുകൂടി തന്നെ അടുക്കളയിൽ പോയിട്ട് ഫുഡൊക്കെ എടുത്തുകൊണ്ട് മേശപ്പുറത്ത് വയ്ക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. മഹാലക്ഷ്മി വന്നിട്ട് ഫുഡൊക്കെ തുറന്നു നോക്കുന്ന സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് എന്താ എടുത്ത് ഈ ഫുഡിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഫുഡിന് എന്ത് കുഴപ്പമുണ്ടായാലും നമുക്ക് പ്രശ്നമല്ല മഞ്ജു, ഈ ഫുഡെല്ലാം ആദ്യം കഴിക്കുന്നത് കരുണ കഴിച്ചതിന് ശേഷമേ നമ്മൾ കഴിക്കുള്ളൂ, അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഈ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടുമെന്ന്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ദുർഗയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. കരുണയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും കരുണ മഹാലക്ഷ്മിയോടോ മഞ്ജുവിനോടോ തിരിച്ചൊന്നും പറയണില്ല. പക്ഷെ മനസ്സിൽ പറയുന്നുണ്ട് അധിക ദിവസമൊന്നും ഇനി ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തന്ന നീയൊന്നും തിന്നില്ലടി, അതിനു മുമ്പ് തന്നെ നിന്നെയൊക്കെ ഈ ലോകത്തുനിന്ന് ഞാൻ പറഞ്ഞു വിടുമെന്ന്. അങ്ങനെ മഞ്ജു മഹാലക്ഷ്മിയുടെ ഫുഡ് വിളമ്പി കഴിക്കുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട് ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എടുത്തിന്ന് പറയുമ്പം അതെങ്ങനെയാണ് എൻ്റെ റെസിപ്പി അനുസരിച്ചല്ലേ അവൾ ഫുഡ് ഉണ്ടാക്കുന്നത്, ഞാനെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം ദുർഗയോട് പറയുന്നുണ്ട് എന്തായാലും എടുത്തി കാരണം അമ്മയ്ക്ക് ഗുണം ഉണ്ടാവാൻ പോണേ, എനിക്ക് എന്ത് ഗുണാടി ഉണ്ടാവണേന്ന് ചോദിക്കുമ്പം ഒന്നുമില്ലെങ്കിലും അമ്മയുടെ മരുമകൾ നല്ലോണം പാചകം പഠിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി തരൂലേ, അമ്മയ്ക്കും അമ്മയുടെ മോനക്കും സുഖമായിട്ട് നല്ല ഭക്ഷണം കഴിക്കാമല്ലോ എന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അങ്ങനെ കരുണമോൾ പണിയെടുത്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും എനിക്കും എൻ്റെ മോനക്കും ഇല്ല. പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയൊക്കെ കാണാറുള്ള ആ ദിവ്യയായ അമ്മ ഭഗവാന്റെ മുന്നിലിരുന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് ആ അമ്മയുടെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നി മറിയുന്നുണ്ട്. ആ നേരത്താണ് മാർക്കോ അങ്ങോട്ട് വരുന്നത്. മാർക്കോ വന്നതും അമ്മ പ്രാർത്ഥിക്കുകയെന്ന് കണ്ടിട്ട് മാർക്കോ അമ്മയെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അമ്മ കണ്ണ് തുറന്ന് നോക്കണതും മാർക്കോയെ കണ്ടിട്ട് ആ മാർക്കോയോ നീ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി, എന്നിട്ട് നീ എന്താ വിളിക്കാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ ഞാൻ നോക്കിയപ്പോൾ അമ്മ ഭയങ്കര പ്രാർത്ഥനയിലായിരുന്നു, അത് തടസ്സപ്പെടുത്തണ്ടെന്ന് കരുതിയാണ് ഞാൻ വിളിക്കാണ്ടിരുന്നത്, എന്താ അമ്മ ഇന്ന് ഇത്ര വലിയ പ്രാർത്ഥന എന്ന് ചോദിക്കുമ്പം അതോ മാർക്കോ ഒരാപത്ത് മഹാലക്ഷ്മിയെ ചുറ്റി നടക്കുന്നുണ്ട്, അതിൽ നിന്ന് മഹാലക്ഷ്മിയെ രക്ഷിക്കണമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചതാണ്. അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട് എന്താ അബദ്ധം അമ്മയെ മഹാലക്ഷ്മിക്ക് വരാൻ പോണേന്ന് ചോദിക്കുമ്പം എന്താ അബദ്ധാണെങ്കിലും അത് മഹാലക്ഷ്മിക്ക് ഏൽക്കൂല, ആപത്ത് വരുത്താൻ നോക്കണേ ആൾക്ക് തന്നെ ആപത്ത് സംഭവിക്കുള്ളൂ എന്ന്. അന്നേരം മാർക്കോ പറയുന്നുണ്ട് ആരാ അമ്മയെ ആപത്ത് വരുത്താൻ നോക്കണേന്ന് ചോദിക്കുമ്പം അത് വേറെ ആരുമല്ല, കരുണയില്ലാത്ത ആ കരുണയില്ലേ മഹാലക്ഷ്മിയുടെ അനുജത്തി, അവൾ മഹാലക്ഷ്മിയെ അപായപ്പെടുത്തണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി പ്ലാൻ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ സമയം മാർക്കോ പറയുന്നുണ്ട് ഇത്രയുമൊക്കെ ആയിട്ടും അവളുടെ മനസ്സിനൊരു മാറ്റം ഇല്ലല്ലോ അമ്മയെന്ന് പറയുമ്പം ദുഷ്ടന്മാർക്ക് പെട്ടെന്നൊന്നും മാറ്റങ്ങൾ സംഭവിക്കില്ല മാർക്കോ, ഇനിയും അതിന് ഒരുപാട് തിരിച്ചടികൾ അവൾക്ക് കിട്ടേണ്ടിയിരിക്കുന്നു, എന്നാലേ അവൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പം തന്നെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും മഹാലക്ഷ്മിയെയും കണ്ണനെയും നശിപ്പിക്കാൻ വേണ്ടി ഓരോ വഴിപാടുകൾ നടത്താനായിട്ട് അമ്പലങ്ങളിലേക്ക് പോയേക്കും. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് മഹാലക്ഷ്മിക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ അമ്മയെന്ന് ചോദിക്കുമ്പം ഒരാപത്തും സംഭവിക്കില്ല, മഹാലക്ഷ്മിക്കും കണ്ണനും കുഞ്ഞിനും ഒരാപത്തും സംഭവിക്കാതെ ഭഗവാൻ കാത്തോളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ ഓഫീസിലിരിക്കുകയാണ്. ഓഫീസിലിരുന്ന സമയത്ത് ഈ ലേഖ കണ്ണന് വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും ലേഖയല്ല വിളിക്കണേ, എന്തിനായിരിക്കും വിളിക്കണേന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് കണ്ണൻ ഫോൺ എടുത്ത് എന്താ ലേഖയെന്ന് ചോദിക്കുമ്പോൾ കണ്ണേട്ടൻ എന്ത് തീരുമാനിച്ചാൽ ഈ മുന്നോട്ട് പോകണമെന്ന് ചോദിക്കുമ്പം ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, എന്താ പ്രശ്നം ലേഖയെന്ന് ചോദിക്കുമ്പോൾ അതല്ല മഞ്ജുവിനെയും മഹീനെയും എന്തിനാ കമലേശ്വരത്ത് നിർത്തിയേക്കണേ, അവരവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അവർക്കവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലേ എന്ന് പറയുമ്പം അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും, ഇതിനു മുമ്പ് മഞ്ജു അമ്മയാവാൻ പോവാന്ന് മാർക്കോ വെറുതെ പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ അമ്മ ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയതല്ലേ, ഇതിപ്പോൾ ശരിക്കും മഞ്ജു അമ്മയാവാൻ പോവുക, ആ സമയത്ത് അവരെന്തെങ്കിലും മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മഞ്ജുവിനെ കുഞ്ഞിനെ ബാധിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ രണ്ടാനമ്മയോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഇനി മഞ്ജുവിനോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജയിലിൽ കിടക്കേണ്ട വരുമെന്ന്, അതുകൊണ്ട് അവർ പേടിച്ചിട്ട് ഇനി ഒന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന് പറയുമ്പം ലേഖ ചോദിക്കുന്നുണ്ട് അവിടെ വേറെ ഒരുത്തിയുണ്ടല്ലോ ആ കരുണ എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുമെന്ന് ചോദിക്കുമ്പം കരുണ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ സാധ്യതയില്ല, ആ മാതിരി പേടിച്ചാൽ ഇപ്പോൾ അവൾ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കണേ, അവിടുത്തെ എല്ലാ പണികളും എടുത്ത് അവശതയായിട്ടിരിക്കണേ അവൾക്ക്, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അന്നേരം ലേഖ പറയുന്നുണ്ട് എന്തോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല കണ്ണേട്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മീനാണ്. മഹാലക്ഷ്മി അടുക്കളയിൽ വരുമ്പം അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ആകെ ഇങ്ങനെ നിരന്ന് കിടക്കണ കണ്ടിട്ട് ഇവളിതെവിടെ പോയി കിടക്കുക, ഇവളി ജോലികളൊന്നും ചെയ്യാതെയാണോ റൂമിൽ പോയി കിടക്കണേ, എന്തായാലും ഇന്ന് ഞാൻ അവിടെ ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മഹാലക്ഷ്മി മുകളിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ കരുണയുടെ റൂമിൽ ചെന്നതും കരുണയാണെങ്കിൽ സുഖമായിട്ട് ഫോണും നോക്കിയിരിക്കുകയാണ്. അത് കണ്ടതും മഹാലക്ഷ്മിക്ക് നല്ല
നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇവിടെ വന്ന് ഫോണും നോക്കിയിരിക്കണേന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിനക്കിവിടെ ഒരുപാട് പണികളില്ലേ, ആ പണികളൊക്കെ ചെയ്തിട്ട് നിന്നോട് റൂമിൽ വന്നിരിക്കാനല്ലേ ഞാൻ പറഞ്ഞേക്കണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് പണികളെടുത്തു, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, ഇനി എനിക്ക് പറ്റില്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിവിടെ പണിയെടുക്കുന്നുണ്ട്, ഇതിൻ്റെ അപ്പുറത്തേക്ക് കഷ്ടപ്പെടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ പറയണതെല്ലാം അനുസരിച്ച് ഇവിടെ നിന്നാൽ നിനക്കിവിടെ ജീവിക്കാം, അല്ലെങ്കിൽ അടുത്ത നിമിഷം നീ ഇവിടുന്ന് പോകേണ്ട വരുമെന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടുന്ന് പോകേണ്ട വന്നാലും പ്രശ്നമൊന്നുമില്ല എന്ന് പറയണം. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അപ്പം നിൻ്റെ അച്ഛനെ ജയിലിലേക്ക് വിടാൻ നിനക്ക് പ്രശ്നമില്ലെന്ന് ചോദിക്കുമ്പം അല്ലെങ്കിലും എൻ്റെ അച്ഛന് ജയിലിൽ കിടക്കണതിന് വിഷമമൊന്നുമില്ല, അതുകൊണ്ട് അച്ഛൻ ജയിലിൽ കിടന്നോളും, എന്തായാലും നീ പറയണത് കേട്ട് ഇനി ഇവിടുത്തെ പണികളൊന്നും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കാം, എന്തായാലും കണ്ണേട്ടനെയും കൂടി വരട്ടെ എന്ന് പറയുമ്പം അയാൾ വന്നു കഴിഞ്ഞാൽ കൂടി വന്നാൽ ഉണ്ണിയേട്ടനെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുമായിരിക്കും, എന്നാലും എനിക്ക് പോകാനായിട്ട് എൻ്റെ വീടുണ്ട്, അതുകൊണ്ട് നീ അത് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ടാന്ന്. പിന്നീട് മഹാലക്ഷ്മി എന്തായാലും നീ തൽക്കാലം താഴേക്ക് വാ, അവിടെ കുറേ പണിയുണ്ടെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അങ്ങോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കരുണയുടെ മനസ്സിലൊരു ആശയം തോന്നുന്നുണ്ട്, ഇവള് സ്റ്റെയർ കേഴ്സ് ഇറങ്ങുന്ന സമയത്ത് ഇവളെ അങ്ങോട്ട് തള്ളിയിടാം, അപ്പോൾ അവളുടെ കുഞ്ഞ് പോയിക്കോളും, പിന്നീട് ഇവള് എൻ്റെ മുന്നിൽ അഹങ്കരിച്ച് ഇങ്ങനെ നടക്കൂല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കരുണ മഹാലക്ഷ്മിയുടെ പുറകെ വരുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ഈ ഏടത്തിനെ കാണുന്നില്ലല്ലോ, ഏടത്തി ഇത് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് എല്ലായിടത്തും നോക്കുമ്പോൾ അവിടെ ഒന്നും മഹാലക്ഷ്മിയെ കാണുന്നില്ല. അന്നേരം മഞ്ജു വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഏടത്തി മേളിലേക്ക് എങ്ങാനും പോയി കാണുമെന്ന് ഓർത്ത് മഞ്ജു സ്റ്റെയർ കേഴ്സിൻ്റെ അങ്ങോട്ട് വരുന്ന ആ ഒരു സമയത്താണ് മഹാലക്ഷ്മി സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് വരുന്നത് ഈ മഞ്ജു കാണുന്നത്. പെട്ടെന്ന് തന്നെ ഈ കരുണ പുറകെ ഓടി വന്ന് മഹാലക്ഷ്മിയെ തള്ളിയിടാനായിട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു സീൻ കണ്ടതും മഞ്ജു ആണെങ്കിൽ ഏടത്തി മാറിക്കോന്ന് ഇങ്ങനെ ഒരു കരച്ചിലോടുകൂടി പറഞ്ഞതും മഹാലക്ഷ്മി പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊന്ന് നീങ്ങി നിന്നതും മഹാലക്ഷ്മിയെ തള്ളിയിടാനായിട്ട് ഓടി വന്ന കരുണ നില തെറ്റി കീഴോട്ട് വീഴുന്നതും ഒരേ സമയമായിരുന്നു. അങ്ങനെ നമ്മളുടെ കരുണയാണെങ്കിൽ സ്റ്റെപ്പിലേക്ക് തന്നെ നടുപിടിച്ച് വീഴുന്നുണ്ട്. ഈ സമയത്ത് മഹാലക്ഷ്മിക്കാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ മഹാലക്ഷ്മി എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഏടത്തിക്കൊന്നും മനസ്സിലായില്ല അല്ലേ, ഏടത്തിയെ ഉന്തി വിടാനായിട്ട് അവൾ വന്നതാ, ആ സമയത്ത് ഞാൻ ഏടത്തിയെ വിളിച്ച് ഏടത്തി മാറിയതുകൊണ്ടാണ് അവൾ തന്നെ വീണേന്ന്. ആ സമയം കരുണയാണെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയ പേടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, നേരാണോടി, നീ എന്നെ ഉന്തി വിടാൻ നോക്കിയതാണോ, എന്നാൽ നീ ഒരു കാര്യം മനസ്സിലോർത്തോ, ഇന്നത്തോടുകൂടി നിൻ്റെ ഇവിടുത്തെ ജീവിതം തീർന്നു എന്ന്. അത് കേട്ടതും കരുണ പകയോടുകൂടി മഹാലക്ഷ്മിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.